പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശു കർത്താവെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് യു, അഡോർ യു, വർഷിപ്പ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം. തന്നെ തന്നെ ശൂന്യനാക്കിയ ക്രിസ്തു. 3-ാം വാക്യം മുതൽ. മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്. മാത്സര്യമോ വ്യർത്ഥാഭിമാനം മൂലമോ നിങ്ങൾ ഒന്നും ചെയ്യരുത്. മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിലുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾക്ക് മുൻഗണന കൊടുക്കണം. നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പഠിപ്പിച്ചവനെ അനുധാവനം ചെയ്യുന്നു. കർത്താവ് ആകെ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത്. നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഭയങ്കര റിലവൻ്റ് ആയിട്ടുള്ള വചനഭാഗങ്ങളാണ്. ഇത് നമ്മൾ ലോകത്തിൽ എവിടെ തിരിഞ്ഞു നോക്കിയാലും സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് മുഖ്യമായ അജണ്ട. അത് വലിയ രാഷ്ട്രങ്ങളായാലും സംഘടനകളായാലും വ്യക്തികളായാലും എല്ലാം. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക. നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ചിന്തകൾ ഉണ്ടാകരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെൻ്റെ എതിരാളിയാണ് എന്ന മനോഭാവത്തിലാണ് ഇന്ന് ഈ ലോകം തന്നെ ചലിക്കുന്നത്. ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. ഇവൻ ഒരു കുടുംബ കൂട്ടായ്മയുടെ വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് കുറച്ച് അഡ്മിനൊക്കെ ഉണ്ട്. അവർ പോസ്റ്റ് ചെയ്യുന്നത് മാത്രം ബാക്കിയുള്ളവർക്ക് കിട്ടും. ബാക്കിയുള്ളവർക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. അതിനുള്ള അനുവാദമില്ല. അപ്പോൾ ഈ അഡ്മിനെ തിരഞ്ഞെടുക്കുന്നത് തന്നെ ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സിലൂടെ ഒന്നും അല്ല. അതാരൊക്കെയോ കൂടി നിശ്ചയിക്കുന്നു. എന്നോടൊത്തു നിൽക്കുന്ന കുറച്ച് ആൾക്കാരെ കൂട്ടി ഞാൻ അഡ്മിനാക്കുന്നു. അവർ പറയുന്നത് മാത്രം മറ്റുള്ളവർ കേട്ടാൽ മതി. കേവലം ഒരു ചെറിയ കുടുംബ കൂട്ടായ്മയുടെ വാട്സപ്പ് ഗ്രൂപ്പ് പോലും ഇങ്ങനെയാണ്. അത് പിന്നെ ഗ്രാമസഭ, മറ്റത് മറിച്ച്, ഇതിനകത്ത് ഒത്തിരി ഈ ലോബിങ്, ഈ മത്സര ബുദ്ധിയാൽ നമ്മൾ എന്തിനു വേണ്ടിയാണ് മത്സരിക്കുന്നത് എന്ന് ഒരു ക്രിസ്തു അനുയായികളായ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കും. ഇപ്പോൾ കുടുംബ കൂട്ടായ്മയിലൊക്കെ ചെന്ന്, കുടുംബ കൂട്ടായ്മ എന്നൊക്കെ വെറുതെ പറയുന്നു. അതിന് കൂട്ടായ്മ അല്ല. അത് തുടങ്ങിയപ്പോൾ കൂട്ടായ്മയായിരുന്നു. ഇപ്പോൾ അതിനൊരു സംഘടനയുടെ ഭാവമാണ്. കുറേ അധികാരമുള്ളവർ
ഇങ്ങനെ ലോബിങ് ഒക്കെ ചെയ്ത് വോട്ട് പിടിച്ച് ജയിച്ച് അതൊരു സംഘടനയായി. അതിനൊരു കൂട്ടായ്മ എന്ന് വെറുതെ പറയുന്നതിന്. അപ്പോൾ ഈ ലോകം മുഴുവൻ മാത്സര്യബുദ്ധിയോടെ, സ്വാർത്ഥ ബുദ്ധിയോടെ എന്തിനൊക്കെയോ വേണ്ടി അവർ പായുകയാണ്, സ്വന്തം അജണ്ടകൾ നടപ്പാക്കാൻ. ഇവിടെ ഒരു ക്രിസ്തു അനുയായിയുടെ പ്രസക്തി വളരെ വലുതാണ്. യഥാർത്ഥ ക്രിസ്തു അനുയായി നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. മറ്റുള്ളവരുടെ ചിന്തകൾക്ക് അതർഹിക്കുന്ന ബഹുമാനം കൊടുക്കുക. അതിനകത്ത് വാലിഡായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതും പരിഗണിക്കേണ്ടിയിരിക്കുന്നു. എപ്പോഴും നമ്മൾ മാത്രം ശരി, എനിക്ക് എല്ലാം അറിയാം, മറ്റുള്ളവർ ഒന്നിനും കൊള്ളില്ലാത്തവരാണ്, ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി എന്നുള്ള മനോഭാവം വെടിയാതെ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സന്തോഷവും സമാധാനവും നമ്മൾക്ക് കൈവരിക്കാൻ സാധിക്കുകയില്ല. അത് കുടുംബത്തിലായാലും ദാമ്പത്യ ബന്ധത്തിലായാലും സുഹൃത്തുക്കളുടെ കൂടെ ആയിരുന്നാലും കൂട്ടായ്മകളിലായിരുന്നാലും നാട്ടുകാര്യങ്ങളിലായിരുന്നാലും ജോലിസ്ഥലത്തായാലും ഒരു കൊളാബറേറ്റീവ് മൈൻഡ് സെറ്റ് based on empathy for others' views അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. മറ്റുള്ളവർ പറയുന്നതിൽ കാര്യമുണ്ടെങ്കിൽ അത് കേൾക്കുക തന്നെ വേണം. അവരുടെ ചിന്തകൾക്കും ആവശ്യങ്ങൾക്കും നമ്മുടെ ആവശ്യങ്ങളെക്കാളധികം പരിഗണന കൊടുത്തുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപ സർവേശ്വരൻ നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ.